റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചെല്ലണം കൂട്ടത്തിൽ. അല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ഒരു പൊതു നിയമം പറയാം, ഏത് കാര്യം ആവശ്യമുള്ളവരും മുസ്തഫ നബിക്ക് സ്വലാത്ത് ചെല്ലണം, അല്ലാതെ ഒന്നും കിട്ടൂല. എന്തുകൊണ്ട്? റഹ്മത്തിന്റെ വാതിൽ പുണ്യ റസൂലാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തെ സകല റഹ്മത്തിന്റെയും വാതിൽ പുണ്യ റസൂലിന്റെ കയ്യിലാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ചിന്തിക്കാം, അള്ളാഹുവിന്റെ ഖൈന, അള്ളാഹു വലിയ മുതലാളിയാണ്, അള്ളാഹു എല്ലാം കൈവശമുള്ളവനാണ്, ഒരു കമ്മിയുമില്ല, ഒരു പ്രയാസമില്ല, ഒരു കമ്മിയുമില്ല, അവനാണ് വനി. വേറൊരായത്ത് സൂറത്ത് മുഹമ്മദ് 38-ാമത്തെ വചനം, അല്ലാഹുൽ ഗനിയ്യു വ അൻതുമുൽ ഫുഖറാ. അള്ളാഹുവാണ് ധനാഢ്യൻ, അവനാണ് കഴിവുള്ളവൻ, നിങ്ങളെല്ലാം ഫഖീറന്മാർ മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖിനയിൽ നിന്ന് അള്ളാഹു നമുക്ക് ഇറക്കി തരട്ടെ. ദുആ ചെയ്യാതിരുന്നാലോ ഒന്നും കിട്ടൂല. ദുആ കൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോവുക. ഒന്നും നമ്മൾ അർഹരല്ല, എല്ലാം മാറ്റാൻ അള്ളാഹ്ക്ക് കഴിയൂലേ. നിങ്ങൾ ദുആ ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആൻ. പുണ്യ റസൂൽ പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ഒരു നിധി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടോ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബലാ യാ റസൂലല്ലാഹ്, കേൾക്കണേ, ഇങ്ങോട്ട് നോക്കണേ, സ്വർഗം തന്നെ നിധിയാ, സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി ഞാൻ കാണിച്ചു തരാം, ഞാൻ വിതരണം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് തരട്ടോ എന്ന് പുണ്യ റസൂൽ. അപ്പോൾ പറഞ്ഞു, അതെ പറഞ്ഞേരും നബി. ഫഖാല, ഹബീബായ നബി പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഏറ്റവും വലിയ സ്വർഗത്തിലെ നിധി ഈ വാക്കാണ്. മനുഷ്യന് ഒരു കഴിവുമില്ല, കഴിവ് മുഴുവനും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹു നമുക്ക് നൽകട്ടെ, അള്ളാഹു നമുക്ക് ഇറക്കി തരട്ടെ. പിന്നെ നിങ്ങൾ വളരെ ചിന്തിക്കണം, എല്ലാവരും ചിന്തിക്കണം, ആലോചിക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കാം, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ യാതൊരു ലുബ്ധതയും കാണിക്കരുത്. അതദറൂന മനിൽ ആജിസ്, ആരാണ് അശക്തൻ എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പുണ്യ റസൂൽ. ഈ ലോകത്തെ ഏറ്റവും അശക്തനായ ആളാരാണെന്ന് പുണ്യ റസൂൽ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നബി അല്ലാഹു റസൂലു അലം. ഫഖാല, അപ്പോൾ ഹബീബ റസൂൽ പറഞ്ഞു, ദുആ ചെയ്യാത്തവനാണ്. അൽ ബഖീലു അനി ദുആ, ദുആനെ തൊട്ട് ബഖീലായ ആളാണ്. ബഖീലു ദുആ, ദുആ ചെയ്യൂല, ദുആർക്കാത്തവനാണ് ആജിസ് എന്ന് പുണ്യ റസൂൽ. ദുആർന്നവൻ എന്ത് കിട്ടും? പേടിക്കനുണ്ട്, ഉറപ്പ്, സംശയിക്കനുണ്ട്. കൈയ്യട് പൊക്കിയാൽ കൊടുക്കാതിരിക്കല്ലേ, കൊടുക്കല്ലേ അല്ലാഹു. അല്ലാതെ രാത്രി കൊടുത്തത് കൊണ്ട് പകലിൽ അവൻ ദരിദ്രനാവില്ല, പകൽ കൊടുത്തത് കൊണ്ട് രാത്രിയും ദരിദ്രനാവില്ല. അല്ലാഹ് ആരാണ്? അല്ലാഹ് അറിയോ? ഞാൻ അള്ളാഹിനെ പറ്റി ഒന്ന് പറയാം. ഈ ലോകത്തെ എല്ലാ ആളുകളും സാലിഹായതുകൊണ്ട് അവന്റെ അധികാരത്തിലൊന്നും കൂടുകയില്ല. എല്ലാവരും സാലിയായാൽ അവന്റെ അധികാരത്തിലൊന്നും കൂടില്ല. ഈ ലോകത്തുള്ള എല്ലാവരും ഫാസിഖായാൽ അവന്റെ അധികാരത്തിലൊന്നോട്ട് കുറയുകയുമില്ല. അവനാണ് അല്ലാഹ്. എല്ലാം ഈ ലോകത്തുള്ള എല്ലാവരും അള്ളാഹുവോട് തേടി, എന്നിട്ടോ എല്ലാവർക്കും അള്ളാഹു കൊടുത്താലും അവന്റെ അധികാര മണ്ഡലത്തിലെ ഖജനാവിൽ ഒരൽപ്പം പോലും കുറയില്ല. അവനാണ് അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അവനോട് ചോദിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ചോദിച്ചാൽ കൊടുക്കും. ഒരൊറ്റ വാക്കല്ലേ പറഞ്ഞത്. അന്ന് നബിയുമല്ല സയ്യിദുനാ മൂസ. പക്ഷെ ഒരു വർത്താനം പറഞ്ഞു, അതൊരു കരളെന്ന് പറഞ്ഞ വാക്കാണ്. ഒറ്റ വാക്ക്, വർത്താനം പറഞ്ഞു, അത് ഒരു വാക്കാണ്. അങ്ങനെ പറയണം, എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയണം. ഒരിക്കൽ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഹാജയുടെ ദർഗയിലേക്ക് സിയാറത്തിന് വന്നു. അപ്പോൾ ഒരു കണ്ണുപൊട്ടൻ മുഖം കാണിച്ചു. കണ്ണൊട്ടൻ മുഖം കാണിച്ചിട്ട് തൻ്റെ സങ്കടം പറഞ്ഞു. എന്താ നിങ്ങളെ സങ്കടം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്ന് കാഴ്ചയല്ല, ഒന്ന് ജീവിത പ്രാരാബ്ദം. മാത്രമല്ല കുറേ കാലമായി ഞാൻ ഇവിടുന്ന് ദുആ ചെയ്യുന്നു, കാഴ്ച കിട്ടിയിട്ടില്ല, പരിഹാരമൊന്നും ഉണ്ടായില്ല എന്ന്. അപ്പോൾ ഔറംഗസീബിനെ ദേഷ്യം വന്നു. സുൽത്താൻ എന്നോടല്ലല്ലോ, സുൽത്താനുൽ ഹിന്ദിനോട് പറഞ്ഞിട്ട് നിങ്ങളെ കാര്യം നടന്നില്ല എന്നോ? എന്നാ പിന്നെ നിങ്ങളെപ്പോലത്തെ ഒരാൾ ജീവിക്കുന്നത് ബഹുമാനപ്പെട്ട ഹാജക്ക് അപമാനമാണ്. ഹാജ വലിയ കറാമത്തുള്ള ആളാ, നിങ്ങൾക്ക് എന്തോ മോശമുണ്ടോ?
അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തിന് നിങ്ങൾക്ക് കാഴ്ചശക്തി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞു. നാളെ മാത്രമേ നിങ്ങൾക്ക് ആയുസുള്ളൂ. നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ വന്ന് സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തിന് നിങ്ങൾക്ക് കാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊലപ്പെടുത്താൻ ഉത്തരവ് കൊടുക്കും എന്ന് ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി കണ്ണൂട്ടിനോട് പറഞ്ഞു. കണ്ണൂട്ട് ബേജാറായി. പിന്നെ അയാൾക്ക് ജീവിത പ്രാരാബ്ദമൊന്നുമല്ല വിഷയം, പിന്നെ അയാൾക്ക് ജീവിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ദർഗേന്ന് പോയതിനു ശേഷം രാത്രി അയാൾ അങ്ങോട്ട് പൊട്ടി. പിന്നെ കരഞ്ഞ് മയങ്ങിറങ്ങിപ്പോയി. പിന്നെ സുബഹയുടെ അടുത്ത് കണ്ണ് തുറന്നു നോക്കുമ്പോ പുതിയ ഒരു അനുഭവം, നാടൊക്കെ കാണാൻ. അയാളോട് അവളും കരയിലേക്ക് ഓടി. ഇതുവരെ ഡൽഹിയിലാണ് അയാളെ കൊണ്ടുവന്നത് ഒരു ഗൈഡ്. ഇപ്പൊ ഇനി ഗൈഡ് വേണ്ട, ഒക്കെ കാണുന്നുണ്ട്, വെള്ളം കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, പരിസരത്തെ മല കാണുന്നുണ്ട്, ദുർഗയുടെ കുംഭം കാണുന്നു, എല്ലാം. അയാൾക്ക് വലിയ അത്ഭുതം തോന്നി. സുബഹ നിസ്കരിക്കാൻ വന്ന രാജാവിന്റെ മുന്നിലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, എനിക്ക് കാഴ്ചശക്തി കിട്ടി. ആദ്യം ആളുകൾ വിചാരിച്ചത് തല പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യാണ്. പിന്നെല്ലാം അയാൾ പറഞ്ഞത് ചോദിച്ചത് മുഴുവനും അയാൾ കൃത്യമായിട്ട് എനിക്ക് കാഴ്ച ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്തു. അയാൾക്ക് കാഴ്ച ഉണ്ടായി. അപ്പോൾ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി അയാളെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, ഒരൊറ്റ രാത്രിയുടെ ആവശ്യം മാത്രമേ ഇവിടെ വരുന്നവർക്കുള്ളൂ. പക്ഷേ ഇന്നലെ രാത്രി നിങ്ങൾ കാണിച്ച ഇഖ്ലാസ് വന്ന രാത്രി തന്നെ ഉണ്ടാവണം. അപ്പോൾ പിന്നെ കാര്യം നടക്കും. നമ്മൾ ഇങ്ങനെ വേണോ വേണ്ടേ എന്ന് വിചാരിച്ചു അള്ളാഹുവിനോട് ഒരൊറ്റ കാര്യം പറയേണ്ടത് പോലെയാണ് പറഞ്ഞാൽ കാര്യം നടക്കും. ഒറ്റ വാക്ക പറഞ്ഞു. فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. സയ്യിദ്നാ മൂസ സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ വചനം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രണ്ട് പെൺകുട്ടികൾക്കും വെള്ളം കൊടുത്തു. ആടിന് അവരുടെ കാലുകൾക്ക് വെള്ളം കൊടുത്തു മഹാനായ സയ്യിദ്നാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ എന്ത് ചെയ്ത്? പിന്നെ ആ തണലിലേക്ക് ഒന്നിങ്ങനെ മാറി നിന്നു സയ്യിദ്നാ മൂസ അലൈഹി സ്വലാം. ഫഖാല, അപ്പോൾ പറഞ്ഞു, റബ്ബിന്നീ ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നീ വലിയ ഖൈറും എനിക്ക് ഇറക്കിത്തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖൈറിന് ഞാൻ ഏറ്റവും എനിക്ക് ആവശ്യമുള്ള ഒരു സമയമാണ്. എൻ്റെ നാടും വിട്ടു എല്ലാം പോയി ഞാൻ ഒരു കുഴങ്ങിയ സമയത്താണ്. എനിക്ക് ഖൈർ ഇറക്കിത്തരണമേ റബ്ബേ. നീ ഇറക്കിത്തരാൻ ഉദ്ദേശിക്കുന്ന ഖൈറിലേക്ക് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയമാണ് റബ്ബേ എന്ന് പറഞ്ഞ് പൊട്ടി സയ്യിദ്നാ മൂസ. എന്താ അടുത്തായത്? ഫജാ ഇഹ്ദാഹുമാ തംശി അലസ്തിയാ ഖാലത് ഇന്ന അബി യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. പിന്നെ അടുത്തായിട്ട് ആ ദുആ കഴിഞ്ഞപ്പോഴത്തേനുണ്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ വരുന്നു. ഈ കൂട്ടത്തിലെ മുതിർന്ന പെൺകുട്ടി. എന്തേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം കാലികൾക്കുള്ള വെള്ള സൗകര്യം ചെയ്തത് ഞങ്ങൾ ഉപ്പാട് പറഞ്ഞു. ഉപ്പ ശൈഖുൻ കബീറാണ്, നബിയുമാണ്. അവർ മറ്റുള്ളവരുടെ മിന്നത്ത് അങ്ങനെ സ്വീകരിക്കാത്ത സ്വഭാവമാണ് ഉപ്പാക്ക്. ഉപ്പ പറഞ്ഞു, വേഗം പോയി അയാളെ കൊണ്ടുവരൂ, അയാൾ നിങ്ങൾക്ക് ചെയ്ത തന്റെ ഉപകാരത്തിന് കൂലി കൊടുക്കണം, അതുകൊണ്ട് നിങ്ങൾക്ക് കൂലി തരാൻ വേണ്ടി ഉപ്പ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ കൂലിക്ക് ചെന്നപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ നിധി കിട്ടി. ഏതാ കിട്ടിയത്? ഒന്ന് ആദം നബിയുടെ വടി. ആ വടിമലാണ് പിന്നെ മുഅ്ജിസത്ത് ഉണ്ടായത്. സയ്യിദ്നാ മൂസ, അത് സയ്യിദ്നാ ശുഐബ് കൊടുത്ത വടിയാ. സഫൂറയുടെ ഭർത്താവാണ് സയ്യിദ്നാ മൂസ. ശുഐബിന്റെ അലൈഹിസ്സലാം മോളാണ് മഹ്ദിയായ സഫൂറ. എന്തൊക്കെ കിട്ടിയത്? അതിസുന്ദരിയായ സഫൂറയെ കിട്ടി. പിന്നെ നല്ലൊരു വീട്ടും നല്ലൊരു സൗകര്യം, ഒരു തൊഴിലും, 10 കൊല്ലം ആടുമേച്ച തൊഴിൽ കിട്ടി, വലിയൊരു വടിയും കിട്ടി. ഈ വടിയോ അത് ചെറിയ വടിയല്ല, ഒറ്റക്ക് യുദ്ധം ചെയ്യും. ഈ വടി സ്വയം യുദ്ധം ചെയ്തിരുന്നു. തുർക്കിയിൽ കോപ്റ്റിക് മ്യൂസിയത്തിൽ ഈ വടി ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. തുർക്കിയിലുണ്ട്, കോപ്റ്റിക് മ്യൂസിയത്തിലുണ്ട് ഈ വടി. സയ്യിദ്നാ മൂസ എന്തൊക്കെയാ കിട്ടിയത്? ഒരു ദുആ ചെയ്തിട്ടേ ഉള്ളൂ. റബ്ബിന്നീ ലിമാ അൻസൽത മിൻ ഖൈരിൻ إني لما أنزلت إلي من خير فقير. അല്ലാഹുവേ, കുടുങ്ങിയ ഒരു സമയമാണ്, എനിക്ക് എന്തേലും ചെയ്തു തരണം. അവനാരാ? അല്ലാഹ് എന്നൊക്കെ പറ. അല്ലാഹ് അവനാരാ? അവൻ അല്ലാഹ്.